പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ വീണ്ടും തുറക്കണമെന്ന് ആവശ്യമായിട്ടാണല്ലോ നമ്മുടെ ഗവൺമെന്റ്. എന്ത് ചെയ്യും? ഇപ്രാവശ്യമെങ്കിലും നടക്കുമോ? അവർക്ക് ഇറങ്ങുന്നതിന് മുമ്പേ അതൊന്ന് തുറന്നു കാണാൻ പറ്റുമോ? അല്ല, അത് സർക്കാർ ആഗ്രഹിക്കുന്നില്ലല്ലോ. സർക്കാരിന്റെ ഒരു പ്രതിനിധിയാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചത്. അവരുടെ ഒരു കമ്മിറ്റിയിലാണ് ഈ ബി എ നിലവറ തുറക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. പക്ഷെ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രിയായ വാസവൻ പറയുകയാണ്, കൃത്യമായി തന്നെ പറയുന്നു, സർക്കാരിന് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലെന്ന്. കാരണം അവർ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അയ്യപ്പനെയും ശബരിമലയായിരിക്കും. ശബരിമലയും അയ്യപ്പനെയും വലിയ രീതിയിൽ തന്നെ ലക്ഷ്യമിട്ടായിരുന്നല്ലോ അന്ന് പിണറായി ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് പോയത്. അന്ന് കിട്ടിയ ഒരു വലിയ തിരിച്ചടി ഉണ്ടായല്ലോ. അങ്ങനെയാണ് 2019 കനൽ ഒരു തരിയായി മാറുന്നത്. ആ 2019 തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടി വെറും 28% വോട്ടിലേക്ക് ചുരുങ്ങുന്നതെല്ലാം ഈ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്. എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിച്ചത് അവരുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷ സമുദായമാണ്. ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി കേരളത്തിൽ ആ CPM ആണ്, അത് BJP അല്ല. BJPക്ക് ഒരു പരിധിവരെ കുറച്ച് വോട്ടുകളെ ലഭിക്കുന്നുള്ളൂ. അത് മലബാർ മേഖലയിലായാലും ഇന്ന് തെക്കൻ കേരളത്തിലായാലും വലിയ രീതിയിൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ പൂർണ്ണമായുള്ള പിന്തുണ ഉള്ളത് കൊണ്ടാണ് ഈ പാർട്ടിക്ക് വലിയ രീതിയിൽ മുന്നേറാൻ കഴിയുന്നത്. അത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് മുതൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആദ്യത്തെ EMSന്റെ ആ മന്ത്രിസഭയ്ക്ക് പോലും വലിയ രീതിയിൽ തന്നെ ശബരിമലയുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. ശബരിമല തീവെയ്പ്പുമായി ബന്ധപ്പെട്ട് ആ കാലത്ത് നിലനിന്നിരുന്ന ഒരു ഹിന്ദു ഐക്യമായിരുന്നു, ഭൂരിപക്ഷ ഐക്യമായിരുന്നു 1957 ഈ സർക്കാരിന് വലിയ രീതിയിൽ ഗുണം ചെയ്തത്. കാരണം അന്നും ഈ ശബരിമല പ്രക്ഷോഭം ഉയർത്തിക്കാട്ടി ഈ ശബരിമലയിൽ അന്ന് തീവെയ്പ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തുമെന്ന ഒരു ഉറപ്പ് ഈ ഇടതുപക്ഷം അന്ന് നൽകിയിരുന്നു. ആ ഉറപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇവർക്ക് വലിയ പിന്തുണ ലഭിച്ചത്. അങ്ങനെ എല്ലാ കാലത്തും ഹൈന്ദവർ ഭൂരിപക്ഷ വോട്ടുകൾ നേടി അവരുടെ മതത്തിൽ നവോത്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എല്ലാ കാലത്തും ഈ CPM ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ ശ്രമിക്കുമ്പോഴും അവർ ചില നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന ക്ഷേത്രങ്ങൾക്ക് അഗേൻസ്റ്റ് ആയിട്ടാണെന്നാണ് അവരുടെ ഒരു നിലപാട്, അല്ലെ? അവരുടെ പ്രിൻസിപ്പിൾസ് അഗേൻസ്റ്റ് ക്ഷേത്ര ദർശനം കുറി തൊടാൻ പാടില്ല. പക്ഷെ അവരുടെ തന്നെ നേതാക്കളെ രാവിലെ പോയി കുളിച്ച് തൊഴുതിട്ടാണ് വന്ന്. അതിപ്പോ അവനവന്റെ പേഴ്സണൽ കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. സ്ത്രീകളെ കയറ്റിയതിന് വളരെ അതിന് അനുകൂലിച്ചിട്ടല്ലേ ഉള്ളൂ. സ്ത്രീകൾ കയറണം, അതിനെന്താ കുഴപ്പം? അങ്ങനത്തെ കാര്യങ്ങളും പറഞ്ഞു. ഇപ്പൊ മന്ത്രി വാസവൻ ഈ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബറിൽ അയ്യപ്പ സംഗമം ഉണ്ടാക്കുന്നത്. കാരണം അയ്യപ്പൻ ശബരിമലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഗവൺമെന്റിന് ലഭിക്കുന്നത്, അല്ലെ? അപ്പോ ഇപ്പം സൗത്ത് ഇന്ത്യ മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യ എല്ലായിടത്തു നിന്നും ഇപ്പൊ ഭക്തരവിടെ എത്തുന്നുണ്ട്. നല്ല വരുമാനം, തരക്കേടില്ലാത്ത വരുമാനം അയ്യപ്പനെ കൊണ്ടുവരുന്നത്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് തന്നെ കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിൽക്കുന്നു ഹിന്ദുക്കൾക്കിടയിൽ. കാരണം പൂർണ്ണമായി തന്നെ ദേവസ്വം ബോർഡുമായി കിട്ടുന്ന വരുമാനം മുഴുവൻ സർക്കാരിലേക്ക് പോകുന്നു എന്നൊരു ധാരണ ഉണ്ട്. അത് അവർ ദേവസ്വം ബോർഡും പറയുന്നു, മന്ത്രിയും ഇടതുപക്ഷവും പറയുന്നു അങ്ങനെയില്ല, അവിടെ കിട്ടുന്ന വരുമാനം മറ്റു ക്ഷേത്രങ്ങൾക്ക് നൽകുന്നു എന്ന് പറയുന്നു. പക്ഷെ ഹൈന്ദവർക്കിടയിൽ അങ്ങനെ ഒരു വികാരമുണ്ട്. മറ്റൊരു വികാരമുണ്ട്. ഈ ഹൈന്ദവ ഭൂരിപക്ഷ ഈ ജനങ്ങളെ മാത്രം മതി നവോത്ഥാനം എന്ന രീതിയിലുള്ള ചിന്ത. മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട് നവോത്ഥാനം വേണ്ട, അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് നടക്കാം, അവരുടെ ആരാധനാലയങ്ങളിലെ വരുമാനം അവർക്ക് സ്വന്തമായി എടുക്കാം, ആ രീതിയിലുള്ള. അതെ, അത് നോക്കിയാൽ തന്നെ അറിയാം ശ്രീജിത്ത്, ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ ദേവസ്വം ബോർഡ്. ഇങ്ങനൊരു ബോർഡ് എന്തിനാ? ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളെ മാത്രം അവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ബോർഡ് എന്തിനാ? അതിന്റെ പൈസ ഇവരെന്തിനാ ഗവൺമെന്റിന് കൊടുക്കുന്നത്? അത് ശരിക്കും പൂർണ്ണമായും ക്ഷേത്രങ്ങൾക്ക് തന്നെ പോകണം. അങ്ങനെയാണെങ്കിൽ ഇത് അങ്ങനെയല്ലല്ലോ. ഇതിപ്പം ബാക്കിയവർക്ക് പറഞ്ഞ മാതിരി അവരുടെ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, എല്ലാ ഫ്രീഡമും ഉണ്ട്. പക്ഷെ ഹിന്ദുക്കൾക്ക് മാത്രമല്ല, അവിടെ എല്ലാത്തിനും ഓരോ നിയമവും വ്യവസ്ഥകളും ഒക്കെ വെച്ചിട്ടാണ് പെരുമാറുന്നത്. ആ പ്രതിസന്ധി തന്നെയായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അന്ന് നിധിശേഖരം പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ പലരും ആവശ്യപ്പെട്ട ഇടതുപക്ഷത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ആ കാലത്ത് കോവളത്തെ MLA ആയിരുന്ന ജമീല പ്രകാശ് ആവശ്യപ്പെടുകയാണ്, ഇത് ഉടൻ തന്നെ പുറത്തെടുക്കണം. അതെല്ലാം പറയുന്ന ഇവരാണ്, വിശ്വാസിയില്ല. അതാണ് മറ്റൊരു കാര്യം. ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പറയും, ഞങ്ങൾ വിശ്വാസികളല്ല, ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഈ പ്രത്യേകിച്ച് ഈ ശബരിമലയിലെ മുമ്പിൽ പ്രതിഷ്ഠയായി നേതാക്കൾ പോയി മുന്നിൽ നിൽക്കും. അവർക്ക് തൊഴാൻ കഴിയില്ലെങ്കിൽ മാറി നിന്ന് കൊടുക്കണം. ഇത് അവരുടെ പുറകുവശവും കാണിച്ച് അങ്ങ് കയറി നിൽക്കും. അത് വലിയ ബുദ്ധിമുട്ട്. ആരെങ്കിലും വിളിച്ചോ, നിങ്ങൾ അവിടെ വന്ന് ഇതേപോലെ പ്രതിഷ്ഠ നിന്നാലേ ഇനി അയ്യപ്പൻ എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുമെന്ന് വല്ല വേദത്തിൽ വല്ല എഴുതി വെച്ചിട്ടുണ്ടോ? അതിനൊന്നും കഴിയില്ല. കുറെ പ്രതിമ കണക്ക് അവിടെ പോയി നിൽക്കും. ഇതെല്ലാമാണ് ഈ ഹൈന്ദവരുമായി ബന്ധപ്പെട്ട് അവർ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാത്തത് കൊണ്ടായിരിക്കും വീണ്ടും അവരെ ലക്ഷ്യമിടുന്നത്. പക്ഷെ അങ്ങനെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചില്ലെങ്കിലും ഇവർ എന്തു പറഞ്ഞാലും ഈ എല്ലാ കാലത്തും ഈ ഹൈന്ദവർ CPM വോട്ട് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും വിപരീതമായി ആദ്യമായി സംഭവിച്ചതാണ് 2019 തെരഞ്ഞെടുപ്പ്. 2019 തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ പിണറായി വിജയനുള്ള വലിയ വെല്ലുവിളിയായിരുന്നു, ഞങ്ങൾ സ്ത്രീകളെ കയറ്റും, ശബരിമലയെ കുറിച്ച് അനാവശ്യം പറയുന്നു, വിമർശനം ഉന്നയിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്
ജസ്റ്റിനാണ് ഏതോ ഒരു ഭാഗ്യത്തിനാണ് കനൽ ഒരു തരി ആലപ്പുഴയിൽ വിജയിച്ചു കയറുന്നത്. ആ പരാജയത്തിന് പിന്നാലെ തന്നെ അവിടെ വച്ച് ഈ സ്റ്റോപ്പ് ഇടുകയാണ്. പിന്നെ അതിനെ കുറിച്ച് മിണ്ടില്ല. അന്ന് ശബരിമലയെ കുറിച്ച് മൗനം തുടങ്ങിയതാണ് ഈ പിണറായി വിജയൻ. ഇപ്പോൾ പോലും ശബരിമലയെ കുറിച്ച് മിണ്ടില്ലല്ലോ. അന്ന് അദ്ദേഹം അവസാനിപ്പിച്ചതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം മാത്രമല്ല, എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് ജയിക്കുന്നത് 1,00,000-ലധികം വോട്ടിന് 50,000 വോട്ടിനാണ്. ഒന്നും പറയണ്ടല്ലോ. കാസർഗോഡ് MP ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിക്കുന്നത് തന്നെ തോൽക്കാൻ വേണ്ടിയാണ്. അദ്ദേഹത്തെ ഏത് മണ്ഡലത്തിൽ നിർത്തിയാലും പൂർണ്ണമായി തോൽക്കും. അദ്ദേഹം ഓടി നടന്ന് തോൽക്കുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം മുരളീധരനാണ് ഓടി നടന്ന് തോൽക്കുന്നത്. അദ്ദേഹം നേമത്ത് മത്സരിക്കും, അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ മത്സരിക്കും. മുൻകാലങ്ങൾ പരിശോധിച്ചാൽ വയനാട്ടിൽ മത്സരിക്കും, കോഴിക്കോട് മത്സരിക്കും, തൃശ്ശൂരിൽ മത്സരിക്കും. അങ്ങനെ എല്ലാ പ്രദേശങ്ങളിലും ഇദ്ദേഹം ഓടി നടന്ന് മത്സരിച്ച് പരാജയപ്പെടുന്ന റെക്കോർഡ് ഉടമയാണ് മുരളീധരന് സമാനമായ ഒരു വസ്തുവാണ് ഈ ഉണ്ണിത്താനും കൊല്ലത്ത് മത്സരിക്കും, കണ്ണൂരിൽ മത്സരിക്കും. അവസാനമാണ് നിരന്തര കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ അടിത്തറയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്ര സമരങ്ങൾ നടന്നിട്ടുള്ള കയ്യൂരും വീരും അടക്കം സമരങ്ങൾ നടന്നിട്ടുള്ള കാസർഗോഡ് ജില്ലയിൽ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുകയുള്ളൂ. ആ സ്ഥലത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു മണ്ഡലത്തിലും ജയിക്കാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ പോയി വിജയിക്കുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? അത് ഈ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും വലിയ രീതിയിൽ വോട്ട് ചോർന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അന്ന് പഠിച്ച ഒരു പാഠം ഉൾക്കൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായപ്പോൾ വാസവൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ B നിലവറ തുറക്കുന്നത് സർക്കാർ ആലോചിച്ചിട്ട് പോലും ഇല്ലെന്നാണ് മന്ത്രി പറയുന്നത്. മന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന് കീഴിൽ സുപ്രീം കോടതി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ദേവസ്വം ബോർഡല്ല, സുപ്രീം കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇത് തന്നെയാണല്ലോ ശബരിമലയിൽ സംഭവിച്ചത്. സുപ്രീം കോടതി ഒരു വിധി വന്നു, അതിനുവേണ്ടി ഒന്ന് കാത്തിരിക്കാൻ ഈ സർക്കാർ തയ്യാറായില്ല. NSS SNDP അടക്കമുള്ള ഹൈന്ദവ വിഭാഗത്തിലെ ഭൂരിപക്ഷ സംഘടനകളും പറയുകയാണ് ഭക്തജനങ്ങളുടെ തീരുമാനത്തിനോടൊപ്പം നിൽക്കണം, നിങ്ങൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യൂ, കോടതിയിൽ നമ്മൾ ഹർജിയുമായി പോകാം, അല്ലെങ്കിൽ സർക്കാർ ഹർജിയുമായി പോകും, ഒന്ന് ഒരു കുറച്ച് ദിവസം കാത്തിരിക്കൂ എന്ന് പോലും അത് കേൾക്കാതെയായിരുന്നു ശ്രീനാരായണ ഗുരുവും അതോടൊപ്പം തന്നെ അയ്യങ്കാളിയും അടക്കമുള്ള മറ്റൊരു നവോത്ഥാന നായകനായി, നവകേരളത്തിന്റെ നവോത്ഥാന നായകനായി മാറാൻ പിണറായി ഇറങ്ങിത്തിരിക്കുന്നത്. അത് മാത്രമല്ല ശ്രീജിത്ത്, ഈ LDF-ഉം UDF-ഉം ഒറ്റക്കെട്ടായി നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? BJP വരരുത് എന്നുള്ള രീതിയിൽ. അവര് BJPക്ക് തന്നെ ഒരു ചവിട്ടുപടി കൊടുത്തതാണ് ഇവിടെ, അല്ലെ? ഇവിടെ കാലുറപ്പിക്കാനുള്ള ചാൻസ് കൊടുക്കുന്നതാണ് കാരണം BJP ഒരു ഹിന്ദു സംഘടന, ഒരു ഹിന്ദു വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ എന്നൊരു എല്ലാവർക്കും ഉള്ളതാണ്, അറിയാവുന്നതാണ്. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്ന പല ക്ഷേത്രങ്ങൾക്ക് എഗെയിൻസ്റ്റും അല്ലെങ്കിൽ ഹിന്ദു റിലീജിയൻ എഗെയിൻസ്റ്റുമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ആൾക്കാരുടെ ഹിന്ദുയിസം ഒന്ന് വളരും, അല്ലെ? ഒന്ന് നല്ലപോലെ കത്തും. അപ്പൊ നാച്ചുറലി BJPയിലേക്ക് കുറെ അത് പരിശോധിച്ചാൽ നമുക്കറിയാം. 2019 തെരഞ്ഞെടുപ്പുമായി പരിശോധിച്ചാൽ നമുക്കറിയാം പത്തനംതിട്ട ജില്ല എല്ലാ കാലത്തും UDF-നും അതോടൊപ്പം തന്നെ CPM-നും വലിയ രീതിയിൽ അടിത്തറയുള്ള മണ്ണാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരോ അതോടൊപ്പം തന്നെ തിരുവനന്തപുരം പോലെ വലിയ സംഘടനാ രീതിയിൽ വളർച്ചയില്ലാത്തൊരു ജില്ലയായിരുന്നു പത്തനംതിട്ട. ആ പത്തനംതിട്ടയിലായിരുന്നു 2019 തെരഞ്ഞെടുപ്പിൽ K. സുരേന്ദ്രന് കിട്ടിയ 2,00,000-ലധികം വോട്ടാണ്. അത് 2024 അത് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, മുനിസിപ്പാലിറ്റികൾ എടുത്തു നോക്കിയാൽ ആദ്യമായി BJPക്ക് മുനിസിപ്പാലിറ്റിയിൽ ഭരണം ലഭിക്കുന്നത് പാലക്കാടാണ്. രണ്ടാമത് ലഭിച്ചിരിക്കുന്ന പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിൽ 3-4 സീറ്റിൽ നിന്ന് അധികാരത്തിലേക്കാണ് പോകുന്നത്. ഈ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം സമരങ്ങൾ നടന്നത് ഈ പന്തളം ഈ മുനിസിപ്പാലിറ്റിക്ക് സമീപമാണ്. ആ പ്രദേശങ്ങളിലാണ്. ആ പ്രദേശത്ത് BJPക്ക് അധികാരം ലഭിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്? ഈ ശബരിമല പ്രക്ഷോഭം ഉള്ളത് കൊണ്ടാണ് ജനങ്ങൾ അവിടെ പന്തളത്ത് BJP അധികാരം ഏൽപ്പിക്കുന്നത്. അത് തന്നെയാണ് ഇനി എവിടെയും സംഭവിക്കാൻ പോകുന്നത്. ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, അതിൽ BJPക്ക് പണിയെടുക്കാതെ തന്നെ വിജയം കൊയ്യാൻ കഴിയും. അതിനുള്ള വഴിയൊരുക്കുന്ന ഒരു പരിപാടിയാണോ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.